എന്താ ചെയ്യലേ, ജീവിതമൊക്കെ മടുത്തു. എവിടെയും ഒരു സന്തോഷമില്ല, എപ്പോഴും ബുദ്ധിമുട്ടുകൾ. ഇനി ആരെങ്കിലും നമ്മളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമോ? അല്ലെങ്കിൽ എനിക്ക് എന്താണ് പറ്റിയത്? എന്നാൽ നിങ്ങൾ എല്ലാം മടുത്തുവെങ്കിൽ കുറച്ചു നേരം നിങ്ങൾക്ക് കാണാമെങ്കിൽ കാണാം, കേൾക്കണമെങ്കിൽ കേൾക്കാം. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. നിങ്ങൾ അതുപോലെ ചെയ്തു നോക്ക്. നിങ്ങൾക്ക് സന്തോഷം തനിയെ വരും. എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ആദ്യം നിങ്ങൾ ഈ കാണുന്ന വീഡിയോയും ഈ ശബ്ദവും നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ നിന്ന് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കുക. അവസാനം വരെ അതിൽ മാത്രം മുഴുകിയിരുന്നു കൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് തീർച്ചയായും എത്തിപ്പെടാൻ പറ്റും. അത് നീ എങ്ങനെയാവണമെന്ന് ചിന്തിക്കേണ്ടതും നീ തന്നെയാണ്. അതിൽ സന്തോഷിക്കാനാണെങ്കിൽ അതും ചെയ്യേണ്ടതും നീ തന്നെയാണ്. നിനക്ക് എന്താണോ വേണ്ടത് നീ അത് മാത്രം ഫോക്കസ് ചെയ്ത് ഈ വീഡിയോ കാണും. നിനക്കുള്ള സന്തോഷം ഞാൻ കാണിച്ചു തരാം. നിനക്കിപ്പോൾ ഈ വീഡിയോ തുടങ്ങുമ്പോൾ ഈ ഫോട്ടോ മാറി നീ ഈ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ഇതിലൂടെ നിനക്കൊരു സമാധാനം വേണമെങ്കിൽ, നല്ല തണുത്ത കാറ്റുകളിലൂടെ നിനക്ക് യാത്ര ചെയ്യണമെങ്കിൽ, നിനക്ക് അതിലൂടെ പാറി നടക്കണമെങ്കിൽ, നിൻ്റെ സങ്കടങ്ങൾ മാറി നിനക്ക് നല്ലൊരു സമാധാനം വേണമെങ്കിൽ നീ സന്തോഷിക്കാൻ നീ തന്നെ ചിന്തിക്കുക. അതിനെ മാത്രം ഏകാഗ്രമായി ചിന്തിക്കുക. നിനക്കതിൽ പലതും കാണാൻ കഴിയും. അതിലേക്ക് സൂക്ഷ്മമായി നോക്കുക. നീ ആസ്വദിക്കേണ്ടതൊക്കെ ആസ്വദിക്കുക. നിനക്ക് മടുത്തു എന്ന് നീ ചിന്തിക്കുമ്പോഴാണ് നിനക്ക് മടുപ്പ് വരുന്നത്. നിനക്ക് ജീവിക്കണമെന്ന് നീ തീരുമാനിക്കുമ്പോഴാണ് നിനക്ക് ജീവിക്കാൻ പറ്റുന്നത്. നീ സന്തോഷിക്കണമെന്ന് നീ ചിന്തിച്ചാൽ, നീ അതിലേക്ക് ഏകാഗ്രമായി നീ ഓടിയാൽ, അതിലേക്ക് ലയിച്ചു ചേർന്നാൽ നിനക്കവിടെ സന്തോഷമുണ്ട്. അടുത്തതിനെ പറ്റി അല്ലെങ്കിൽ മറ്റുള്ളവയെ പറ്റി ചിന്തിക്കാതെ ഇപ്പോൾ നീയുള്ള സെക്കൻഡിൽ നിനക്ക് എന്താണോ വേണ്ടത് നീ അതിലേക്ക് മാത്രം മുഴുകി നീ പോയി നോക്ക്. നിനക്ക് എന്താണോ ആവശ്യം അത് നിന്നിലേക്ക് എത്തും. നീ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകണ്ട, നീ ഒന്നിനെയും തേടിപ്പോണ്ട. നീ ആഗ്രഹിക്കുന്നത് നിൻ്റെ അടുത്തേക്ക് വരുന്നു. നീ ഇതിൽ സ്വർഗം കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതിലൂടെ നിനക്ക് സ്വർഗം കാണാം. നിനക്ക് മറ്റെന്തെങ്കിലും കാണണമെങ്കിൽ അതും ഇതിൽ കാണാൻ പറ്റും. അതാണ് ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരത്ഭുതമാണോ? ഒരിക്കലുമല്ല. അത് നീ എന്താണോ ചിന്തിക്കുന്നത്, നീ എന്തിലാണോ വിശ്വസിക്കുന്നത് അതനുസരിച്ചായിരിക്കും ഇത്. അതായത് നമ്മളെ ഈ ഭൂമിയിൽ പലരും പലതും പറഞ്ഞ് പഠിപ്പിച്ചു. ജനിച്ചത് മുതൽ നമ്മൾ ഇത്രയും വർഷം ജീവിച്ചു. ഒരു സർക്കിളിൻ്റെ ഉള്ളിലൂടെ നമ്മളിങ്ങനെ കറങ്ങി നടന്നു. സത്യമല്ലേ? നമ്മൾക്കുള്ളത് നമ്മുടെ മുന്നിൽ നടക്കുന്നത് നമ്മൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾക്ക് എപ്പോഴും സങ്കടവും ബുദ്ധിമുട്ടും. നമ്മൾ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ പല ജാതി, പല വർണ്ണം, പല ശൈലി, പല ജീവിതം. മറ്റൊരു സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എല്ലാം ഒന്ന്. ഒരു വിഭാഗം പറയുന്നു ആദം എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അതിൻ്റെ കാര്യം നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇത് കാണണമെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ എന്ത് ചെയ്യണമെന്ന്. നിങ്ങൾക്കതായി മാറും. നീ ചിരിക്കണമെന്ന് നീ ചിന്തിക്കുമ്പോൾ നിനക്കത് കിട്ടും. മറ്റുള്ളവർ പറയുന്നത് നോക്കി നിന്നാൽ നിനക്ക് പരാജയവും സങ്കടവും മാത്രമേ ഉണ്ടാവുള്ളൂ. നിനക്ക് ജീവിതം മടുത്തെന്ന് തോന്നും. എവിടെയുള്ളത് നിൻ്റെ മുന്നിലുള്ളത് മാത്രം നീ ഏകാഗ്രമായി ആസ്വദിക്കുവാൻ.